Hi all, welcome back to Click. 2025 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള യോഗ്യതകളുള്ള കുട്ടികൾക്കായി കേരള PSC കണ്ടക്ട് ചെയ്യാനിരിക്കുന്ന എക്സാമുകളെ കുറിച്ചും അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയോ ഡിപ്ലോമ ഹോൾഡറോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉള്ള ആളോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് കൂടുതൽ മുഖവരകളൊന്നും ഇല്ലാതെ കണ്ടന്റിലേക്ക് കടക്കാം. ഈ വർഷത്തെ കേരള PSCയുടെ എക്സാം കലണ്ടർ എടുക്കുകയാണെങ്കിൽ 3 പരീക്ഷകളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അതൊക്കെയാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് കാറ്റഗറി നമ്പർ 71/2024 PWDയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സ്കെയിൽ ഓഫ് പേ ഒക്കെ ഗംഭീരാണ്. അതുപോലെ തന്നെ വാക്കൻസീസിന്റെ എണ്ണവും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2 വാക്കൻസീസ് ആണ് വരുന്നത്. ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് ഈ വർഷം. അപ്പൊ നമുക്ക് സമയം കിടക്കാണ്. ഇതിപ്പോ April 9th അല്ലേ ആയിട്ടുള്ളൂ. മെയ്, ജൂൺ, ജൂലൈ. അപ്പോൾ 3 months ബിഫോർ ആണ്. ജൂലൈ ടു സെപ്റ്റംബർ വരെ ഉള്ളതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം ആവാം. നമുക്ക് സമയം കിടക്കുന്നുണ്ട്. 3 months എക്സാം സമയം കിടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുട്ടികളെല്ലാം നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഒരു കാറ്റഗറി നമ്പറിലുള്ള തസ്തികയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും കുട്ടികളെല്ലാം ഈക്വലൻസി ചൂസ് ചെയ്തിട്ടായിരിക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിനകത്തെ ക്വാളിഫിക്കേഷൻ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയുന്നതിന് കാരണം PSC തന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബേസിസിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിൽറ്ററിംഗ് ആണ്. ഈവൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായി പറഞ്ഞാൽ വരെയും പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും വിളിച്ചതിന് ശേഷവും ചെയ്യുന്ന ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിൽറ്ററിംഗ് ആണ്. സോ നിങ്ങൾ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനകത്ത് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കാനായി. അവസാനം ഡിസപ്പോയിന്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സോ ലെറ്റ് സി ഇതിനകത്ത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വിവലന്റ്. അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് പ്രിഫറബിളി വിത്ത് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലി കമ്മ്യൂണിക്കേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ electronics of the Madras Institute of Technology or any other equivalent qualifications. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓഫ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഓർ എനി അതർ ഇക്വലന്റ് ഡിപ്ലോമ. അതും അല്ലെങ്കിൽ MSc ഇൻ ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് വയർലെസ് ആസ് എ സ്പെഷ്യൽ സബ്ജക്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ട് കണക്കാക്കുന്നത് ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലുള്ള ബിടെക്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ബിടെക്, അല്ലെങ്കിൽ MTech പവർ സിസ്റ്റംസ് ആവാം, MTech പവർ ഇലക്ട്രോണിക്സ് ആവാം. ഇനി ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ ഇക്വലന്റ് ആയിട്ട് കണക്കാക്കുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള BE-യുമാണ്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഓർക്കുക, ഇതിൽ 2 വാക്കൻസീസേ വരുന്നുള്ളൂ. ഇതിനകത്ത് റിസർവേഷൻ കഴിഞ്ഞ് ഒരു പോസ്റ്റിലേക്ക് ആയിരിക്കും, ഒരു പോസ്റ്റ് ജനറൽ ആയിരിക്കും, ആ രീതിയിലായിരിക്കും എന്തായാലും പോസ്റ്റിങ്ങും വരുന്നത്. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളത് നല്ല മികച്ച സ്കെയിൽ ഓഫ് പേ ആണ്. നിങ്ങൾക്ക് അതിനകത്ത് തന്നിരിക്കുന്ന സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്ത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ തന്നെ വേണം. അല്ലെങ്കിൽ ഈ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് വരുന്ന 2 പോസ്റ്റുകൾ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ പറയുന്ന 71/2024 കാറ്റഗറിയിലുള്ള പരീക്ഷയാണ് എന്തായാലും ആദ്യം വരുന്നുണ്ടായിരിക്കുക. ജൂലൈ ടു സെപ്റ്റംബർ എന്ന ആ ഒരു സ്ലാബിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ദെൻ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആ ഒരു സ്ലാബിനിടയിലാണ് 720/2024 വിച്ച് ഈസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതായത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസിലേക്കുള്ള ലെക്ചർ പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്ന സ്ലാബ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആയിരിക്കും. അടുത്ത മാസം കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ കൺഫർമേഷൻ ചോദിച്ചുകൊണ്ട്
നമുക്ക് PSC മെസ്സേജ് അയക്കുകയുള്ളൂ. അതിന്റെ പേ സ്കെയിൽ എപ്പോഴും ഈ ഒരു ലെക്ചർ പോളി പോസ്റ്റുകളിലേക്ക് AICT സ്കെയിൽ എന്നുള്ളത് മെൻഷൻ ചെയ്യാറുണ്ട് പ്രത്യേകമായിട്ട് തന്നെ. AICT സ്കെയിൽ എത്രയാണോ അതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. വാക്കൻസീസ് കൃത്യമായി പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷന് ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് തന്നെയുണ്ട്. സെയിം മാർക്സ് വരുവാണെങ്കിൽ വന്നിരിക്കുന്ന ലിസ്റ്റിലെ ആദ്യത്തെ കാൻഡിഡേറ്റിന് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആണ് ഉള്ളതെങ്കിൽ അവർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ കാണുക. ഇനി സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും. ദെൻ തേർഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് മാത്രമാണ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് ഈ പറയുന്ന ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണിത്. അതിന്റെ പ്രിഫറൻസ് ഓർഡർ ഓഫ് പ്രിഫറൻസ് ഫോർ ദ പോസ്റ്റ്. ഓക്കെ, അതിന്റെ ഗവൺമെന്റ് ഓർഡർ ഒക്കെ ഉണ്ട്. ഒരു 2010 ഇറങ്ങിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ ഒക്കെ ഉണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നൗ മൂവിങ് ടു ദ തേർഡ് പോസ്റ്റ്, കാറ്റഗറി നമ്പർ 578/2024. PWD ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയുള്ളതാണ്. ഇലക്ട്രോണിക്സ് വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ആ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പേ സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി ലെസ് ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ കാരണം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വാക്കൻസീസിന്റെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടൊന്നുമില്ല, ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് പറയുന്നത്. അതിന്റെ എക്സാം ടൈം സ്ലാബ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജൂലൈ തൊട്ട് നവംബർ വരെ നമ്മൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും. നമ്മളെന്ന് പറയുമ്പോൾ ഈസി പഠിക്കുന്ന കുട്ടികളെല്ലാം കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും. കാരണം ഈ എക്സാംസ് എല്ലാം ആ സമയത്തേക്കാണ് വരുന്നത്. സോ ഇപ്പോഴെങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലേ അപ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് എത്തുകയുള്ളൂ. കാരണം അത്രയധികം ലെങ്തി ആയിട്ടുള്ള സിലബസ് ആണ് ഓരോന്നിനും മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ തന്നെ റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ അതിന്റെ തന്നെ ഒരു മെജോറിറ്റിയോ നമുക്ക് ഇനി വരാവുന്ന സിലബസിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ മൂന്നാമത്തെ പോസ്റ്റിലേക്കുള്ള, അതായത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1ലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 10th കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡിപ്ലോമ, അത് റേഡിയോ എഞ്ചിനീയറിംഗിലാവാം അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിലാവാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സ്കൂളിൽ വയർലെസ് അല്ലെങ്കിൽ ടെലിഗ്രാഫി അല്ലെങ്കിൽ റേഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ചെയ്യുന്ന ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ISLC, അതായത് ഇൻഡസ്ട്രിയൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ റേഡിയോ സർവീസിംഗ് ആൻഡ് മെയിൻ്റനൻസ്, അതും ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് മദ്രാസ് അത് ഇഷ്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനോ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോ സർവീസിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ശ്രീ ജയരാമചന്ദ്ര ഒക്യുപേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഈക്വലന്റ് ആവാം. ഇനി റേഡിയോ എഞ്ചിനീയറിംഗില് ഇന്റർമീഡിയറ്റ് ഗ്രേഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫൈനൽ പാസ് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആണ്. അതും ലണ്ടനിൽ നിന്നുള്ള സിറ്റി ആൻഡ് ഗിൽഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഫൈനൽസ് പാസ്സായ കുട്ടികളായിരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള 5 years എക്സ്പീരിയൻസ് ഇൻ റേഡിയോ സർവീസിംഗ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ഫേമിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഉള്ള അത്തരത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം a recognized school and 3 years experience in radio servicing from a firm of repute approved by government. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അവാർഡ് ചെയ്തിട്ടുള്ള ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, അതൊരു 3 years കോഴ്സ് ആണ്, അതും ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അവര് ക്വാളിഫൈഡ് ആണ്. അതിന്റെ ടൈം സ്ലാബ് നമ്മൾ കണ്ടു, സെപ്റ്റംബർ ടു നവംബർ ആണ്. സോ ഇത്രയും എക്സാമുകളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് 2025 കേരള PSC കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇത്രയും പോസ്റ്റുകളേ ഉള്ളൂ, വാക്കൻസീസിന്റെ എണ്ണം ക്ലിയർ അല്ല, അങ്ങനെ കുറെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതായത് ഇനി നെക്സ്റ്റ് ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അടുത്തത് വേറെ
ഏതെങ്കിലും പോസ്റ്റിലേക്ക് കേരള PSC പബ്ലിഷ് ചെയ്യട്ടെ എന്ന രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഒന്ന് ഇനി നടക്കാനായി പോകുന്നില്ല. നാളെ നീളെ എന്ന് പറയുന്ന രീതിയിൽ എക്സാമുകൾ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. 1, 2, 3, 4 ഡിഫറെന്റ് നമ്പർ ഓഫ് വാക്കൻസീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകളായിരിക്കും കേരള PSC ഇനി അങ്ങോട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് എന്നതുകൊണ്ട് 10, 20, 30 അതിൽ കൂടുതലോ പോസ്റ്റുകളിലേക്ക് കേരള PSC പോസ്റ്റിംഗ് നടത്തിക്കൊള്ളണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഒരു ഫ്യൂ മന്ത്സിൽ മേ ബി ഈ ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിനെ ബേസ് ചെയ്ത് ക്വാളിഫിക്കേഷനും മറ്റും ചെക്ക് ചെയ്ത് കൃത്യമായി നിങ്ങൾ അപ്ലൈ ചെയ്ത് ചിട്ടയായി പഠിക്കുകയാണെങ്കിൽ ഫർദർ വരുന്ന എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു PYQ സീരീസ് ആണ് ക്ലിക്ക് ഇവിടെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് കോൾഡ് ആസ് ഈസി. നമ്മൾ വേറെ ഒന്നും അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കേരള PSC കണ്ടക്ട് ചെയ്ത വിവിധ എക്സാമുകൾ, അതും ഈസി ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന ഡിഫറെന്റ് എക്സാംസിന്റെ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കണ്ടന്റ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്, PYQs ഡിസ്കസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതും സബ്ജക്ട് വൈസ് ആൻഡ് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് സബ്ജക്ട് വൈസ് തന്നെ ടോപ്പിക് വൈസ് ഡെലിവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്ന്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് ക്ലിക്ക് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് എത്രാം തീയതിയാണ്? 9-ാം തീയതി അല്ലേ? 9-ാം തീയതി മുതൽ നമ്മൾ ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 5 PYQs എങ്കിലും നിങ്ങൾ ഡെയിലി പഠിച്ചു പോകണം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സീരിയസ്ലി ഈ ഒരു എക്സാമിന് സർവീസിൽ കയറിയേ പറ്റൂ, കയറണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കേരള PSCയുടെ ഏതെങ്കിലും ഈസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഈസി വരുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണ് നിങ്ങളതിൽ. സ്റ്റേ ട്യൂൺ ടു ക്ലിക്ക്. കണ്ടന്റ്സ് നിങ്ങൾക്ക് കാണാം. കണ്ടന്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു ചാനലിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. ഐ റിയലി ഡോണ്ട് വാണ്ട് യു ടു വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണ്, ഇത് യൂസ്ഫുൾ ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനലിൽ സ്റ്റിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരുപാട് റിസോഴ്സസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചവറു പോലെ അങ്ങ് പഠിച്ചത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. വേണ്ട കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിൽ റിപ്പീറ്റഡ് ആയി പഠിക്കുക എന്നുള്ളതാണ് കേരള PSC ക്രാക്ക് ചെയ്യുന്നതിനുള്ള കീ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഡെയിലി കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സസിന്റെ സോഫ്റ്റ് കോപ്പീസ് നോട്ട്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. PYQs ആണ് കേട്ടോ. PYQsന്റെ വിത്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters to you.